അല്ല, നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വിവാദമല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കലഹങ്ങളല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല ആരോഗ്യകരമായ സംവാദവും ആരോഗ്യകരമായ രാഷ്ട്രീയ ചർച്ചയും വികസനമാണ്. അത് വളരെ കേരളത്തിൽ വളരെ ശരിയായ ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കെതിരെ പല ആരോപണം വരും. ആ ആരോപണം മറുപടി അർഹിക്കാത്തതാണെങ്കിൽ വെറുതെ നമ്മൾ അതിന് സമയം കളയണ്ട, ഒരാവശ്യമില്ല. എന്നാൽ നമ്മൾ ശരിയാണ്, നമ്മൾ പേടിക്കേണ്ടതില്ല. നമുക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ജനം 5 കൊല്ലം നമ്മളെ MLA ആക്കി, പിന്നെ ഗവൺമെന്റിന്റെ ഭാഗമാക്കിയത് 5 കൊല്ലം നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ്. ആ നാടെന്ന് പറയുമ്പോൾ അതിൽ UDF ഉണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ട്. 100% വരുന്ന ജനങ്ങളാണ്. 100% വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് പകരം അനാവശ്യമായി അവിടെ പോയി അതിനെതിരെ മറുപടി, ഇപ്പുറത്ത് 5.5 കിലോമീറ്റർ അപ്പുറത്തുള്ള പോയിട്ട് അതിന് മറുപടി, അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മള് മീഡിയയിൽ ചിലപ്പോ ലൈവായി നിൽക്കും. പക്ഷെ ജനം ആഗ്രഹിക്കുന്ന അതല്ല. ആവശ്യത്തിന് രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയുക, അത് ആരോഗ്യകരമായിട്ട് പറയുക. അതല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിൽ നമ്മൾ വെറുതെ അഭിപ്രായം പറയാതിരിക്കും. ഇതാണ് LDF മന്ത്രിമാർക്ക് LDF നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇത് തന്നെയാണ് ഞങ്ങളെല്ലാവരും പൊതുവെ പാലിക്കുന്നത്. ഞാൻ പൊതുവെ വ്യക്തിപരമായി ഒരുപാട് ഒരുപാട് ആക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് രംഗത്തും, അത് രാഷ്ട്രീയ പ്രവർത്തനം ആയിക്കോട്ടെ, ജനപ്രതിനിധി ആയിക്കോട്ടെ, അഭിഭാഷകനായിക്കോട്ടെ, മറ്റു തൊഴിലായിക്കോട്ടെ, കരുത്ത് ആത്മവിശ്വാസമാണ്. ഞാനിതിനൊന്നും കൊള്ളൂല, ഞാനൊരു വൃത്തികെട്ടവനാണ് എന്ന ഒരു ചിന്താഗതി ഒരു മനുഷ്യനിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒരു വ്യക്തി ഹത്യയാണ്, ഒരു മനുഷ്യനെ ഇല്ലാതാക്കലാണ്. അപ്പൊ അതിന് നമ്മൾ അധികം സമയം ചെലവഴിക്കാൻ നിന്നാൽ അത് നമ്മുടെ കർമ്മത്തിന്റെ ലക്ഷ്യത്തിന്റെ തടസ്സമായിട്ട് അത് മാറും. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക, നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുക എങ്ങനെയാ? ജനമായിട്ട് കാണുമ്പോൾ, ജനം നമ്മളെ കാണുമ്പോഴുള്ള ജനങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ്? അത് പ്രധാനമാണ്. നമ്മളെ കാണുമ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഓടുകയാണെങ്കിൽ ജനം നമ്മളിൽ നിന്നും അകലുന്നു, നമ്മളെ ഇഷ്ടമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മളെ കാണുമ്പോൾ ഓടി അടുക്കുകയും ജയിക്കേണ്ടി വരികയും സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കാം ജനം നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു.